എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ ഇൻഡെക്സിനെ പറ്റി ജസ്റ്റ് ഒന്ന് സംസാരിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ നിഫ്റ്റി കഴിഞ്ഞത് കുറേ ദിവസങ്ങളായിട്ട് നമ്മുടെ ഇൻഡെക്സ് കുറേ താഴോട്ട് വരുന്നുണ്ട്. നമ്മൾ ഇവിടെ നോക്കുവാണെങ്കിൽ നിഫ്റ്റി ഇതിപ്പോൾ നമ്മൾ ഡേ ചാർട്ടിലാണ് നോക്കുന്നത്. നിഫ്റ്റി ഒരു മെയ് ഇതിപ്പോൾ നമ്മുടെ 200 EMA ആണ്. അപ്പോൾ ഈ 200 EMA അവിടെ നിന്ന് ഒരു സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉണ്ട് നിഫ്റ്റി. അപ്പോൾ സെക്ടർ വൈസ് ഇതിനകത്ത് പല ഇൻഡെക്സുകളുണ്ടല്ലോ. അപ്പോൾ അതിനകത്ത് ഓവർസോൾഡ് ആയിട്ടുള്ള സെക്ടർ ഉണ്ടോ എന്ന് നോക്കി നമുക്ക് അതിനകത്ത് ഒന്ന് ഏതെങ്കിലും സെക്ടർ ഉണ്ടെങ്കിൽ അത് ഇതിനകത്ത് ഉള്ള ഷെയർസിനകത്ത് നമുക്ക് നല്ല ചാൻസ് കിട്ടും. അപ്പോൾ അങ്ങനെ ഒന്ന് പറയാൻ ഓർത്ത് വന്നതാണ്. നിഫ്റ്റി ഇൻഡെക്സിനകത്താണെങ്കിൽ ഇപ്പം 200 EMA വന്നിട്ട് ഈ റേഞ്ചിലോട്ട് വരുന്നുണ്ട്. 24,100 200 റേഞ്ചിനടുത്ത് വന്ന് ഇത് ബൗൺസ് ആകാൻ ചാൻസ് ഉണ്ട് നിഫ്റ്റി. അതല്ല എങ്കിൽ ഈ 23,900 23,500 റേഞ്ചിലോട്ടൊക്കെ മാർക്കറ്റ് വരാം. ഇപ്പോഴത്തെ ഈ താരിഫിൻ്റെ ഒക്കെ പ്രശ്നമുള്ളതുകൊണ്ട് ഏത് സമയത്തും പെട്ടെന്നൊരു മൂവ്മെൻറ്റ് വന്നാൽ ഈ റേഞ്ചിലോട്ടൊക്കെ വരാം. പക്ഷേ സപ്പോർട്ട് എടുക്കാൻ ചാൻസ് ഉള്ള ഏരിയ എന്ന് പറയുന്നത് 24,100 23,900 റേഞ്ചിൽ നിന്നൊക്കെ അത് ബൗൺസ് ആകാൻ ചാൻസ് ഉണ്ട്. പല സെക്ടറും പിന്നെ നല്ല രീതിയിൽ പല ഇൻഡെക്സ് ബേസ്ഡ് ഇതിലും നല്ല രീതിയിൽ താഴോട്ട് പോകുന്നുണ്ട്. ബാങ്ക് നിഫ്റ്റി ആണെങ്കിലും ബാങ്ക് നിഫ്റ്റി ഇപ്പോഴും ഒരു ബുള്ളിഷ് ട്രെൻഡിൽ തന്നെ നിൽക്കുക. പക്ഷെങ്കിൽ നമ്മൾ ഈ റേഞ്ച് 53,600 54,000 റേഞ്ച് എന്നൊരു ബൗൺസ് പ്രതീക്ഷിക്കാം ബാങ്ക് നിഫ്റ്റിയിൽ. നിഫ്റ്റി മിഡ് ക്യാപ്പ് നോക്കിയാലും അതിനകത്തും ഈ എന്താണ് പറയുന്നത് ഈ 200 EMA റേഞ്ചിൽ നിന്ന് ഒരു ബൗൺസ് പ്രതീക്ഷിക്കാം. അതായത് 200 EMA എന്ന് പറയുമ്പോൾ ഏകദേശം 12,400 ആ റേഞ്ചിൽ ഒരു 200-250 പോയിന്റ് താഴെ ഇറങ്ങി അവിടെ നിന്നൊരു ബൗൺസ് ഈ മിഡ് ക്യാപ്പ് സെക്ടറിലും പ്രതീക്ഷിക്കാം. പിന്നെ എനിക്ക് നല്ലൊരു ചാൻസ് കിട്ടാൻ സാധ്യതയുള്ളെന്ന് തോന്നിയ ഇൻഡെക്സ് എന്ന് പറയുന്നത് IT ഇൻഡെക്സാണ്. IT ഇൻഡെക്സിനകത്ത് ഇത് നല്ല രീതിയിൽ ഇത് കണ്ടില്ലേ, ഈ 200 EMA ബ്രേക്കായി നല്ല രീതിയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇതൊരു ഓവർസോൾഡ് പൊസിഷനാണെന്ന് എനിക്ക് തോന്നുന്നത് കണ്ടിട്ട്. ഇപ്പം നമ്മളൊരു ട്രെൻഡ് ലൈൻ വരച്ചാൽ പോലും ഒന്നിത് ഫസ്റ്റ് ഒരു ബൗൺസ് ആകാൻ ചാൻസ് ഉള്ള ഏരിയ ആണ് 34,000. ഇത്രയും വരുമെന്ന് 34,100 200 ആ റേഞ്ചിൽ നിന്നൊരു ബൗൺസ് വരാൻ ചാൻസ് ഉണ്ട് ഈ IT സെക്ടറിൽ. അപ്പോൾ അത് ഹെവി ഒരു ബൗൺസ് ആവുമോയെന്ന് അറിയില്ല. പക്ഷെങ്കിൽ കുറച്ച് ഒരു മുകളിലോട്ടൊരു കയറ്റം വരാൻ ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഉള്ള റേഞ്ച് ഓൾറെഡി ഒരു ബൈ റേഞ്ചിലോട്ടുള്ള ഏരിയയാണ്. പക്ഷെങ്കിൽ കുറച്ചുകൂടി ഇപ്പോൾ ആ സെക്ടറിലെ പല കമ്പനികളും വന്നിട്ട് മോശം റിസൾട്ട് കൊടുത്തതുകൊണ്ട് കുറച്ചുകൂടെ താഴോട്ട് നമുക്ക് പ്രതീക്ഷിക്കാം. ഒരു 34,200 300 റേഞ്ച് അല്ലെങ്കിൽ 34,000 വരെ നമുക്ക് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. പക്ഷേ ഈ റേഞ്ചിൽ നിന്ന് ഇത് ബൗൺസ് ആകും. ബൗൺസ് ആകുവാണെങ്കിൽ നമുക്ക് ഈ ഒരു സെക്ടർ ഇപ്പം മാർക്കറ്റ് ഇൻഡിസസ് വരുന്നില്ല. ചില സമയത്ത് ഈ വേറെ സൈറ്റിൽ പോയി ഇതിൽ പോയിട്ട് നിഫ്റ്റി IT സെക്ടർ ഉണ്ടോ? NSE സൈറ്റിൻ്റെ ഇവിടെ നമുക്ക് ഓപ്പൺ ആകുന്നില്ല.
ഇപ്പോൾ IT കമ്പനീസിൽ നമുക്ക് പ്രത്യേകിച്ച് ടാറ്റ കൺസൾട്ടൻസി, ഇൻഫോസിസ്, വിപ്രോ, HCL, ടെക് മഹീന്ദ്ര, ഇതിനകത്തൊക്കെ ഓറക്കിൾ ഫൈനാൻസ്, L&T ടെക്നോളജി, LT മൈൻട്രി, എംഫാസിസ്, പിന്നെ ചെറിയ മറ്റ് കമ്പനികൾ, ഇപ്പോൾ ഇതിനകത്തൊക്കെ നല്ല ചാൻസുകൾ കിട്ടാൻ സാധ്യതയുണ്ട്. നല്ലതായിട്ട് കറക്ഷൻ വന്ന ഷെയറുകളൊക്കെ ആണെങ്കിൽ ഇപ്പം TCS ആണെങ്കിൽ TCS ഒക്കെ എനിക്കൊന്ന് 52 വീക്ക് ലോ റേഞ്ചിലാണ് വന്നേക്കുന്നത്. അതൊരു സപ്പോർട്ട് ലെവലാണ്. ഇവിടെ നോക്കിയ സപ്പോർട്ട് ലെവലിലോട്ട് വന്നിട്ടുണ്ട്. നമ്മൾ ട്രെൻഡ് ലൈൻ വരയ്ക്കുകയാണെങ്കിൽ അത് പല പ്രാവശ്യം വന്ന ഏറിയാണിത്. ഇവിടെ നോക്കിയാൽ അറിയാം. പഴയ ഇത് 1, 2, 3 ഈ റേഞ്ചും ആ റേഞ്ചിലോട്ട് വരാം. അപ്പോൾ ഈ റേഞ്ചിൽ നിന്നൊക്കെ ഒരു ബൗൺസ് പ്രതീക്ഷിക്കാം. IT സെക്ടർ, ഇൻഫോസിസിനകത്തും സപ്പോർട്ട് ലെവലാണോ? ഈ ഒരു റേഞ്ച് ഇതിൻ്റെ ഒരു സപ്പോർട്ട് ലെവലായിട്ട് വേണമെങ്കിൽ എടുക്കാം. നല്ലൊരു സപ്പോർട്ട് ലെവലായിട്ട് എടുക്കാം. കോഫോർജ് ആണെങ്കിൽ കോഫോർജൊക്കെ നല്ല കമ്പനിയാണ്. പക്ഷേ ഇത് ഇത്ര ഹൈയിൽ നിൽക്കുക. ഇതിനകത്ത് നോക്കണ്ട. വിപ്രോ ഒത്തിരി ഹെവി ആയിട്ടൊരു കയറ്റം കയറുമെന്നല്ല ഉദ്ദേശിക്കുന്നത്. ഒരു ബൗൺസ് കിട്ടും. മോശമില്ലാത്ത 5 to 10% ഷെയർസിനകത്തൊക്കെ കിട്ടാൻ ചാൻസ് കൂടുതലാണ്. ഈ റേഞ്ച് 231, 30 ഈ റേഞ്ചിൽ നിന്നൊക്കെ ഇത് ചാൻസ് കിട്ടും. അപ്പോൾ ഈ IT സെക്ടർ പ്രത്യേകം ശ്രദ്ധിക്കുക. IT സെക്ടറാണ് ഓവർ സോൾഡ് പൊസിഷനോട്ട് പോയിട്ടുള്ളത്. അപ്പം കുറച്ചുകൂടെയൊക്കെ ഇറങ്ങുമായിരിക്കും. പക്ഷേ ഈ റേഞ്ചിൽ നിന്ന് നമുക്ക് ഉറപ്പായിട്ട് നമുക്കൊരു അപ് ട്രെൻഡ് പ്രതീക്ഷിക്കാൻ പറ്റും. ബാക്കി മിഡ് ക്യാപ്പിനകത്ത് ഏകദേശം അതേപോലെ വരുന്നു. മിഡ് ക്യാപ്പ് നമ്മൾ 12,668. അപ്പോൾ ഈ ഒരു 12,400 റേഞ്ചൊക്കെ വരുവാണെങ്കിൽ മിഡ് ക്യാപ്പിനകത്തുള്ള നല്ല ഷെയറുകൾ ശ്രദ്ധിക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ചെറിയൊരു വീഡിയോ ഞാൻ പറയാൻ ഉദ്ദേശിച്ച കാര്യം, ജസ്റ്റ് ഇൻഡെക്സ് ബേസ്ഡ് സെക്ടർ നമ്മൾ വാച്ച് ചെയ്യുക. അതിനകത്ത് IT സെക്ടറും മിഡ് ക്യാപ്പും വാച്ച് ചെയ്യുക. അതിനകത്ത് ITക്കകത്ത് നല്ല ചാൻസ് കിട്ടാൻ സാധ്യതയുള്ള ഷെയറുകൾ നോക്കുക. അതുപോലെ മിഡ് ക്യാപ്പിനകത്തും നല്ല ഇപ്പം റിസൾട്ട് നല്ല രീതിയിൽ വന്ന ഷെയറുകളൊക്കെ ഉണ്ട്. അപ്പോൾ അതിനകത്തൊക്കെ നല്ല ചാൻസ് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ അതൊക്കെ നോക്കി കണ്ട് മനസ്സിലാക്കുക. നല്ല രീതിയിൽ ട്രേഡ് എടുക്കാൻ ശ്രമിക്കുക. എല്ലാവർക്കും നല്ല രീതിയിൽ പ്രോഫിറ്റ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു. ബൈ.